നമസ്കാരം, ഗ്ലോബൽ മെല്ലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 സെപ്റ്റംബറിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ യു കെയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിച്ച് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും ഒരുപാട് എൻക്വയറി പേഴ്സണലി വരാറുണ്ട്. ഇപ്പോൾ യു കെ വരുന്ന ശരിയായ തീരുമാനമാണോ, യു കെ വന്നുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇപ്പോൾ യു കെയിൽ വരുന്ന ഒരു അത് വെർത്താണോ എന്നുള്ളൊരു ചോദ്യം. 2020-21 കാലഘട്ടത്തിൽ ഞാൻ യു കെ വന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ പ്രിവലൻ്റ് ആയിരുന്നു. കാരണം ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു യു കെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഓവർ ദ ഇയേഴ്സ് ആ കാരണങ്ങളെല്ലാം കുറഞ്ഞ് ഇപ്പോൾ തിരിച്ചും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു തേർഡ് ഒപ്പീനിയനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട രീതിയിലേക്ക് യു കെയുടെ അവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു കെയിലേക്ക് ഇപ്പോൾ സ്റ്റുഡൻ്റായിട്ട് വരണോ വേണ്ട എന്നുള്ളത് വളരെ ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് വളരെ ഇൻഡെപ്തായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് വളരെ ചെറിയ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെറ്റീരിയലുകളാണെങ്കിൽ ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, യു കെയിൽ സ്റ്റുഡൻസായിട്ട് വരുന്ന ആളുകൾ സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ റൂൾ ചേഞ്ചുകളാണ് റീസെൻ്റ്ലി വന്നിട്ടുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടുത്തെ ഫാക്ട്സ് എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യു കെയിലേക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്താം. ആംബർ സ്റ്റുഡൻറ്റ് എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് ആംബർ സ്റ്റുഡൻറ്റിലാണെങ്കിൽ യു കെയിലെ ഏത് യൂണിവേഴ്സിറ്റിക്കടുത്തും ഏത് സിറ്റിക്കകത്തും നിങ്ങൾക്ക് അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവരുടെ പ്ലാറ്റ്ഫോമിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് കൗൺസിലർ നിങ്ങൾക്ക് അലോക്കേറ്റ് ആവുകയും നിങ്ങളുടെ ക്വയറീസ് എല്ലാം ചെയ്യുകയും നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വളരെ ഹസിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യു കെയിലേക്ക് വരാനും സാധിക്കും. സോ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. സോ നമ്മൾ പറഞ്ഞു വന്നത് യു കെയിലെ നിയമമാറ്റങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, യു കെയിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിനെ അലൗഡ് അല്ല എന്നുള്ളൊരു നിയമം 2024 പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ റിസർച്ചോ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ഡിപ്പെൻഡൻസിനെ അലൗഡ് ആണ്. സോ ആ ഒരു ലൂപ്പ് ഹോൾ വെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഒരുപാട് ആളുകൾ അവരുടെ ഫാമിലി ആയിട്ട്, അതായത് ഹസ്ബൻഡും അല്ലെങ്കിൽ വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഫാമിലി ആയിട്ട് യു കെയിൽ വന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. സോ അത് കറൻ്റ്ലി പ്രിവെയിലിംഗ് ആണ്. മാസ്റ്റേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറഞ്ഞ കോഴ്സുകൾ എടുക്കുകയാണെങ്കിൽ ഫീസ് കുറച്ചുകൂടെ കൂടുതലാണെങ്കിലും യു കെയിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരാൻ പറ്റും. എന്നാൽ അല്ലാത്ത നോർമൽ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന സാൻഡ്വിച്ച് കോഴ്സസ് ഒക്കെ ആണെങ്കിൽ അതിനൊന്നും ടോപ്പ് അപ്പ് കോഴ്സുകൾക്കൊന്നും ഈ പറയുന്ന പോലെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ളൊരു നിയമം കറൻ്റ്ലി പ്രിവെയിലിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു അട്രാക്ഷൻ കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന കോളേജ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ അത് വലിയ ഭീകരമായ കാര്യമല്ല. കാരണം ഡിപ്പെൻഡൻസ് കറൻ്റ്ലി അവർക്കില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കതൊരു ഭീകരമായ പ്രശ്നമായിട്ട് മനസ്സിലാക്കാറില്ല. പിന്നെ PSWൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ റൂളുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. PSW 24 മാസം എന്നുള്ളത് മാറ്റിയിട്ട് 18 മാസത്തേക്ക് മാറ്റാനുള്ള പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ നിയമമായിട്ടില്ല. പക്ഷേ എന്നാലും അത് ഇവൻച്വലി അത് 24 മന്ത്സ് എന്നുള്ളത് 18 മന്ത്സിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ റെട്രോസ്പെക്റ്റീവായിട്ട് വരുമോ എന്നറിയില്ല. റെട്രോസ്പെക്റ്റീവ് ഇൻ ദ സെൻസ് ഓൾറെഡി വന്ന ആളുകൾക്കും ബാധകമാവുന്ന രീതിയിലുള്ള റൂളുകൾ വരുമോ, അതോ ഇന്ന ഡേറ്റ് മുതൽ മിക്കവാറും 2026 ജനുവരി മുതൽ വരുന്ന സ്റ്റുഡൻസിനെ ആയിരിക്കാം മിക്കവാറും ആ ഒരു പ്രശ്നം വരാൻ സാധ്യത. സോ അതാണ് സ്റ്റേ ബാഗിനെ സംബന്ധിച്ചുള്ളൊരു അപ്ഡേറ്റ്. അതായത് സെപ്റ്റംബറിലേക്ക് വരാതിരിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേ ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇത് ശരിക്കും വെർത്താണോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സും ഈ പറഞ്ഞ പോലെ വിസയുടെ എക്സ്പെൻസുകളും ഒക്കെ ക്രമാതീതമായിട്ട് യു കെയിൽ കൂടിയിട്ടുണ്ട്. സോ ഞാൻ 2020 വരുന്ന സമയത്തെ ഫൈനാൻഷ്യൽ റിക്വയർമെൻ്റ് അല്ല 2025 എത്തി നിൽക്കുമ്പോൾ ഉള്ളത്. സോ ഓരോന്നിൻ്റെയും പ്രൈസ് വളരെയധികം 60%, 50% ഒക്കെ വെച്ചിട്ട് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല കാണിക്കേണ്ട ഫണ്ടും ഈ പറയുന്നത് പോലെ അതിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല പണ്ടത്തെ പോലെ തേർഡ് പാർട്ടി പോലത്തെ രീതികളൊക്കെ കാണിച്ചിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇപ്പം കാര്യങ്ങൾ അത്ര ഈസി അല്ല. കാരണം പ്രൂഫ് ഓഫ് ഫണ്ടൊക്കെ എങ്ങനെയാണ് ജെനുവിൻ സോഴ്സസിൽ കൂടെയാണോ വന്നേക്കുന്നതെന്നൊക്കെ ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ നോക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. സോ അത് നിങ്ങൾ ചിന്തിക്കുക. അത് മാത്രമല്ല മാസ്റ്റേഴ്സ് വിത്ത് റിസർച്ച് വരുന്ന കോഴ്സുകൾക്കൊക്കെ മിക്കപ്പോഴും ഉള്ള ആളുകൾക്ക് ചില യൂണിവേഴ്സിറ്റീസ് 2 വർഷത്തെ ഫീസ് ചാർജ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ 12 ലക്ഷം 13 ലക്ഷം എന്നുള്ളത് ഇൻറ്റു 2 23, 24 ലക്ഷം അല്ലെങ്കിൽ 26 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് യു കെയിലേക്ക് വരുന്ന സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് യു കെയിലേക്ക് ശരിക്കും വരുന്നത് വെർത്താണോ എന്ന് രണ്ടാമതൊന്നുകൂടെ ചിന്തിച്ച് നോക്കുക. കാരണം നിങ്ങൾക്ക് ഈ കാശ് ഇവിടെ നിന്ന് തിരിച്ചുണ്ടാക്കാൻ പറ്റുമോ നോക്കുക. അത് മാത്രമല്ല ഇവിടെ ലോങ് ടേം സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ലല്ലോ
അറിയാമല്ലോ, ഇപ്പോൾ വരുന്നു 2 വർഷം സ്റ്റേ ബാക്ക് കഴിയുന്നു. ഏറ്റവും ബെറ്റർ കേസിൽ നിങ്ങൾ 2 വർഷം കൊണ്ട് നിങ്ങളുടെ ലോൺ എല്ലാം അടച്ചു തീർക്കുന്നു. അത് കഴിഞ്ഞ് ഒരു മിച്ചം ഇല്ലാതെ തിരിച്ചു പോകാനാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും ഇത് വർക്കൗട്ട് ആകുമോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ചിന്തിച്ച് കൃത്യമായ പ്ലാൻ നിങ്ങളുടെ സ്വന്തം കരിയറുമായിട്ട് ബേസ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ യു കെയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ നിങ്ങൾ ചെയ്യാവൂ. അത് അപ്പം തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോങ് ടേം സെറ്റിൽമെൻറ്റിനെ കുറിച്ചാണ് പറയേണ്ടത്. അല്ലെങ്കിൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ 1.5 വർഷത്തെ സ്റ്റേ ബാക്ക് കഴിഞ്ഞിട്ട് യു കെയിൽ നിൽക്കുന്ന പോസിബിലിറ്റിയെ കുറിച്ചാണ് സെപ്റ്റംബറിലേക്ക് വരുന്ന സ്റ്റുഡൻസിനെ കുറിച്ച് നോക്കാനുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ കഴിഞ്ഞ ജൂലൈ 22 ചേഞ്ചോടെ ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു മിനിമം സ്കിൽഡ് വർക്കർ വിസ അടിക്കണമെങ്കിൽ ഏറ്റവും മിനിമം വേണ്ട സാലറി ത്രഷോൾഡ് 41,500 ആക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഇപ്പോഴും സ്റ്റിൽ ന്യൂ എൻട്രന്റ് വിസ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. സോ അതുകൊണ്ട് തന്നെ 33,400 സംതിങ് ആക്കിയിട്ടുണ്ട്. പണ്ടത് 30,960 പൗണ്ട്സ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ പറയുന്ന പോലെ സ്വന്തം കഴിവിലും സ്വന്തം സ്കിൽസിലും വിശ്വാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യു കെ നോക്കാം. ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. മസ്റ്റായിട്ടും യു കെ വരണം, യു കെ വന്നില്ലേ ജീവിതത്തിലെ അത്രയും വർഷം വേസ്റ്റ് ആയി പോകും, അങ്ങനത്തെ ന്യായവാദങ്ങളൊന്നും പറയാൻ ഞാനില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കാരണം ന്യൂ എൻട്രന്റ് കാറ്റഗറി ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹയർ സാലറി ഇല്ലാതെ തന്നെ ലോവർ സാലറിയിലും വിസ അടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വള്ളി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന ഈ വിസ എടുക്കുന്ന എല്ലാവർക്കും സ്കിൽഡ് വർക്കർ വിസ അല്ലെങ്കിൽ ടയർ 2 വിസ എടുക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന പോലെ സ്കിൽ സർചാർജ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ സ്കിൽ സർചാർജ് നമ്മുടെ എംപ്ലോയറാണ് നമുക്ക് വേണ്ടി അടയ്ക്കേണ്ടത്. അപ്പോൾ പെർ ഇയർ ഇപ്പം ഈ കെയറേഴ്സിനൊന്നും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും അത് സീനില്ല. അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിട്ട് ഡയറക്റ്റ് കൺവേർട്ട് ആവുന്നവർക്ക് കുഴപ്പമില്ല. സ്റ്റേ ബാക്കിൽ നിന്നിട്ട് വിസയിലേക്ക് കൺവേർട്ട് ആവുന്ന ആളുകൾക്കും ഈ സ്കിൽ സർചാർജ് വേണം. എന്താ സ്കിൽ സർചാർജ് എന്ന് പലർക്കും അറിയത്തില്ല. സ്കിൽ സർചാർജ് എന്ന് പറയുന്നത് ഒരു സ്കില്ലിനെ, ഒരു ഓവർസീസ് സ്കില്ലിനെ ജോലിക്ക് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വിസ സ്പോൺസർ ചെയ്യണമെങ്കിൽ എംപ്ലോയർ ഗവൺമെൻറ്റിന് അടയ്ക്കേണ്ട ഫീസാണ് സ്കിൽ സർചാർജ്. അത് 60% കൂട്ടിയിട്ടുണ്ട്. അപ്പം ഒരു 3 വർഷത്തേക്ക് നമ്മളെ ഹയർ ചെയ്യണമെങ്കിൽ ചിലപ്പം 3-4 ലക്ഷം രൂപ അല്ലെങ്കിൽ 3,000-4,000 പൗണ്ട് ഈ പറഞ്ഞ എംപ്ലോയർ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട് ചിലവുകൾ എംപ്ലോയറിന് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഗവൺമെൻറ് എംപ്ലോയേഴ്സിനെ ഫോഴ്സ് ചെയ്യുവാണ് നോട്ട് ടു ടേക്ക് ഫോറിനേഴ്സ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സ്പോൺസർഷിപ്പ് കൊടുത്ത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഡിസ്കറേജ് ചെയ്യുന്ന നിയമങ്ങളാണ് കറൻ്റ്ലി യു കെയിലുള്ളത്. പക്ഷേ സ്റ്റിൽ സ്റ്റുഡൻസ് ആയിട്ട് നിന്നിട്ട് സ്റ്റുഡൻ്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ കൺവേർട്ട് ആവുന്ന ആളുകൾക്ക് സ്കിൽ സർചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കറൻ്റ്ലി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം സ്കില്ലിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആവും എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു കെയിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന യൂണിവേഴ്സിറ്റി പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക റസൽ ഗ്രൂപ്പിലുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചു, ചില ആൾക്കാർ പറയുന്നുണ്ട്. എനിക്കത് പല സമയത്ത് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരാറുണ്ട് കേട്ടോ. അതായത് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ലോക്കൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങൾ റസൽ ഗ്രൂപ്പ്സിലെ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് പഠിച്ചു നോക്കാം, അപ്പം നിങ്ങൾക്ക് ജോലി ഇവിടെ പച്ചപ്പരവതാനിയോടുകൂടെ നിങ്ങൾക്ക് ജോലി റെഡിയാക്കി തരും, അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് വെൽക്കം തരും എന്നൊക്കെ പറഞ്ഞ് വെറും ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, അവിടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് സ്കില്ലുണ്ടോ എന്നുള്ളതാണ് മാറ്റർ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചോ, നിങ്ങൾ ഏത് സ്ഥലത്ത് പഠിച്ചോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് കോഡിങ്ങിന് നല്ല സ്കില്ലുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഇൻബിൽട്ട് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ലാംഗ്വേജ് സ്കില്ലുണ്ട്, നിങ്ങൾക്ക് അത്രയും നല്ല ഭാഗ്യമുണ്ട്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നുമില്ല, നിങ്ങൾക്ക് ഇൻബിൽട്ട് സ്കില്ലോ ഒക്കെ ആയതൊന്നുമില്ല, കുറേ കാശ് കൊടുത്താൽ ചില സമയത്ത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടും. 1 വർഷത്തേക്ക് 26,000 30,000 പോണ്ട കൊടുത്ത റസൽ ഗ്രൂപ്പ്സിലുള്ള യൂണിവേഴ്സിറ്റിയിലും കിട്ടും. അവിടെ ഈ പറഞ്ഞൊരു തട്ടിക്കൂട്ടി ഒരു കണക്കിന് നോക്കി പഠിച്ചിറങ്ങി ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. ആ പേഴ്സൺ എത്രത്തോളം ബെറ്റർ ആണ്, അവർക്ക് എത്രത്തോളം സ്കില്ലുണ്ടെന്നൊക്കെ അനുസരിച്ചിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആൾക്കാർ റിസൽ ഗ്രൂപ്പ്സിൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇതൊരു ഇപ്പോൾ കറന്റ് 2025 എന്ന് പറയുന്ന യു കെ എന്ന് പറയുന്നത് ഒരു ഗ്യാമ്പിളിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ രക്ഷപ്പെടാം, ചിലപ്പോൾ രക്ഷപ്പെടാതിരിക്കാം. രണ്ടിനും ഈക്വൽ ചാൻസസ് ഉള്ള ഒരു സാഹചര്യമാണ് യു കെയിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് യു കെയിലേക്ക് ആരും വരരുത് എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ യു കെയിൽ ഉറപ്പായിട്ടും എല്ലാവരും വരണം എന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് ഓൾ അപ് ടു യു. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം.
പിന്നെ പാർട്ട് ടൈം വർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് ഈ യു കെയിലെ സാഹചര്യത്തിൽ. കാരണം ഒരുപാട് സ്റ്റുഡൻസ് 80% സ്റ്റുഡൻസിൻ്റെ വരവ് ഈ കഴിഞ്ഞൊരു വർഷം കൊണ്ട് നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേക്കൻസികൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, യു കെയിലേക്ക് വരാനിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ ഒരു സബ് ക്യാമ്പസ് അല്ലെങ്കിൽ അവരുടെ ഒരു സെക്കൻഡറി ക്യാമ്പസ് ലണ്ടനിലുണ്ടാവും. ദയവായിട്ട് ലണ്ടനിലെ ക്യാമ്പസുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കുക. ലണ്ടനിലെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഔട്ടർ ലണ്ടനിലെ ലിവിങ് എക്സ്പെൻസിനെക്കാട്ടിലും 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഷെയറിംഗ് അക്കോമഡേഷൻ ഔട്ടർ ലണ്ടനിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 300-350 ഒക്കെ, അല്ലെങ്കിൽ മാക്സിമം ഇൻക്ലൂഡിങ് ബിൽസിന് നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു റൂമും അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു സ്ഥലം കിട്ടും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയ ബോക്സ് റൂമിലൊക്കെ താമസിക്കുകയാണെങ്കിൽ 250-200 പൗണ്ടിനൊക്കെ മുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ കൂടെ ഒക്കെ താമസിക്കാൻ പറ്റും. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ലണ്ടനിൽ പോകണമെങ്കിൽ അതൊരു 500-600-700 എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇൻക്ലൂഡിങ് ബിൽസ് ഒരു മുറി വേണമെങ്കിൽ മാറും. അല്ലെങ്കിൽ ഒരു മുറിക്കകത്ത് 3 പേര് 4 പേരൊക്കെ ചേർന്ന് കൺജസ്റ്റഡ് ആയിട്ട് ഈ ബംഗാളികളൊക്കെ താമസിക്കുന്ന ആ ഒരു കൺസെപ്റ്റിൽ പല ആൾക്കാരും താമസിക്കേണ്ടതായിട്ട് വരും. നമുക്കത് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ പിള്ളേർ ജീവിക്കുന്ന കാണുമ്പോൾ അത് നാട്ടിലൊക്കെ നല്ല രീതിയിൽ ജീവിച്ചിട്ട് ലണ്ടനിലൊക്കെ വന്ന് കിടന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ 18-20 പേരൊക്കെ ഒരു മുറിക്കകത്ത് ഒരു വീടിനകത്ത്, അതായത് 4 ബെഡ്റൂം 5 ബെഡ്റൂമുള്ള വീടിനകത്ത് 18-20 പേരൊക്കെ കുത്തി നിറഞ്ഞ് താമസിക്കുന്ന കാണുമ്പം നമുക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ആ ഒരു ഡിസിഷൻ നിങ്ങളാണ് മേക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അവിടുന്ന് ലണ്ടൻ സൂപ്പറാണ്, ലണ്ടൻ അടിപൊളിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഇത് കേട്ടിട്ട് നിങ്ങൾ ലണ്ടനിലോട്ട് വന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവസാനം നമ്മുടെ എക്സ്പെൻസുകൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതെ, കടം തിരിച്ചടച്ച് തീർക്കാൻ പറ്റാതെ, നമ്മുടെ എക്സ്പെൻസ് മാത്രം എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കും. സോ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ 3-4 പേരുടെ കൂടെ ഒരു റൂം ഷെയർ ചെയ്തിട്ട് ജീവിതത്തിൽ പിന്നെ എന്ത് സ്വസ്ഥത ഉണ്ടാകും. നമുക്ക് അവസാനം എൻഡ് ഓഫ് ദി ഡേ നമുക്കൊന്നും ഉറങ്ങാൻ നേരം നമുക്കൊരു സമാധാനമായിട്ട് നമ്മുടെ ഒരു പ്രൈവറ്റ് സ്പേസ് പോലും നമുക്ക് സ്വന്തമായിട്ടില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. അതും ഒരു ഫസ്റ്റ് 6 months 8 months ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു 1 year 2 year ഒക്കെ ആയി കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഒരു ഡിസിഷൻ മാത്രം നിങ്ങൾ വൈസ്ലി മേക്ക് ചെയ്യുക. സോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് 2025 വരുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അഡ്വൈസ് കേട്ടിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. നിങ്ങൾ തന്നെ വെയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രോസും കോൺസും നിങ്ങൾ തന്നെ വെയിൻ ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരു കൺട്രി പോയാൽ ഇതിലും ബെറ്റർ ആണോ, അതോ യു കെ തന്നെയാണോ ഇപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സമയം കൊണ്ട് നിങ്ങളുടെ പാർട്ട് ടൈം ചെയ്ത്, അല്ലെങ്കിൽ പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം ചെയ്ത് PSW സമയത്തൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് അടച്ചു തീർക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിന് തക്കതായിട്ടൊരു എക്സ്പോഷർ കിട്ടുമോ? നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിങ് ആണോ? നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വില്ലിങ് ആണോ? നിങ്ങൾക്ക് വരുന്ന മാനസിക സമ്മർദ്ദങ്ങളെ നേരിടാൻ ഉറപ്പായിട്ടും യു കെയിൽ വരുന്ന സമയത്ത് മാനസിക സമ്മർദ്ദങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ കണ്ടിന്യൂസ് ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് അസൈൻമെൻറ്റ്, അങ്ങനെ സ്ട്രെസ്സിൻ്റെ പുറത്ത് സ്ട്രെസ്സായിട്ടായിരിക്കും നമ്മൾ യു കെയിൽ വന്നു കഴിയുമ്പോൾ ജീവിക്കുന്നത്. ഈവൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്കിലായാലും ഈ ഷിഫ്റ്റ്, വീട്ടിലെ പണികൾ, അങ്ങനെ നമ്മൾ നാട്ടിലെ ഒരു കംഫർട്ടിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു 20കൾക്കും ഒരു ഏർലി 20s അല്ലെങ്കിൽ ഒരു ലേറ്റ് 20s കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ വരുമ്പം അവർ ഇതുവരെ ജീവിച്ചിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ടി വരുമ്പം ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം. അപ്പം ഞാൻ അതിൽ കൊച്ചിയിലും ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഈ പറഞ്ഞ പോലെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചപ്പോഴും നമുക്കൊരു വൺസിനെ വൈൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ വീട്ടിൽ പോയി വീട്ടിലൊന്ന് നിന്ന് വീട്ടുകാരോടെ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിനെ റിക്കവർ ചെയ്യാനുള്ള ടൈം പീരീഡ് നമുക്ക് ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ 2 മാസത്തിലൊരിക്കലെങ്കിലും പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് എടുത്താൽ നാട്ടിൽ പോയിട്ട് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മെൻ്റൽ ട്രോമയെ മറികടക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ കൃത്യമായിട്ട് കഴിക്കാൻ ഉള്ള കാര്യം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുകയാണ്. അപ്പോൾ അങ്ങനെ മെൻ്റൽ ഹെൽത്തിന് പ്രശ്നം വരുന്ന സമയത്ത് അതിനെ ടാക്കിൾ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള മാനസിക സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടോ, അതിലും പിടിച്ച് നിന്ന് ജോലിക്ക് അപ്ലൈ ചെയ്യാനും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കാനും ഒക്കെയുള്ള ശക്തി നിങ്ങൾക്കുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്വയം ആത്മശോധന ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കതിൽ ഓക്കെയാണ്, നിങ്ങളതിൽ ഹാപ്പിയാണ്, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വരിക. വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് ഫോണിലെ നോട്ട് പാഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിനകത്തോ ഡയറിക്കകത്തോ എഴുതി കൈവെക്കുക. എന്നിട്ട് ജീവിതത്തിൽ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ ആ സാധനം ഒന്നും എടുത്ത് നോക്കുക. ഞാൻ പറയുന്നത് ഞാൻ വെറുതെ ഒരു ക്രിഞ്ചായിട്ട് പറയുമല്ല. ശരിക്കും നമ്മൾ ഡൗൺ ആകുമ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കുക, നമ്മൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ് അത് എഴുതിയത്. കാരണം നമുക്ക് അതൊരു ബെസ്റ്റ് ഹോപ്പാണ്. നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാലും നമ്മൾ ജീവിക്കും എന്നുള്ള പ്രതിജ്ഞയോടുകൂടെ ആയിരിക്കും നമ്മൾ യു കെയിലേക്ക് വന്നത്. നാളുകൾക്ക് ഇപ്പുറം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് മൈൻഡ് സെറ്റിലാണോ യു കെ വന്നതെന്നുള്ളത് നമ്മൾ റിഫ്രഷ് ചെയ്ത് വെക്കുക. നമ്മൾ വന്ന ആഗ്രഹത്തോടുകൂടെ മുന്നോട്ട് വെക്കുക. വളരെ ആത്മവിശ്വാസത്തോടെ വളരെ
വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ആ കോൺഫിഡൻസോടെ UK വരുന്ന ആളുകൾക്ക് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അവരും സർവൈവ് ചെയ്യും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയ്ക്കും സർവൈവ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ സർവൈവ് ചെയ്യാൻ ഒരുപാട് പേർക്ക് പറ്റട്ടെ. അല്ല നിങ്ങൾക്ക് UK അല്ല മറ്റൊരു കൺട്രിയാണ് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുണ്ടെങ്കിൽ വളരെ വൈസായിട്ട് ചിന്തിച്ച് ചൂസ് ചെയ്യുക. ഒരിക്കലും ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും ഒരു റാൻഡം കോഴ്സ്, ഇപ്പം ഇൻ്റർനാഷണൽ ബിസിനസ്സോ അങ്ങനെ MBAയോ അങ്ങനത്തെ ഏതെങ്കിലും റാൻഡം കോഴ്സ് എടുത്തിട്ട് ഒരിക്കലും UK വരാതിരിക്കുക. നിങ്ങളുടെ കോർ എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ കാലിബർ എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് എല്ലാവരും ഞാൻ പറയുവാണ്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. സെപ്റ്റംബറിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് ഒരു ജനറൽ അഡ്വൈസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കാര്യം വെച്ചിട്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പ്രോസ് ആൻഡ് കോൺസ് വേ ചെയ്യേണ്ടതാണ്. നിങ്ങൾ തന്നെ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കുക. സോ വീഡിയോ അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ UK വരാൻ തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ആംബർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളിതൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ അതിൻ്റെ ഒപ്പം ഇതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.